Hi everyone, ഞാൻ റഫീഖ CT. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എബിറ്റ് ആൻഡ് EPS അനലൈസിസ്, അതായത് EBIT ആൻഡ് EPS അനലൈസിസിനെ കുറിച്ചിട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് EBIT എന്നും എന്താണ് EPS എന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതോടൊപ്പം തന്നെ EBIT ആൻഡ് EPS അനലൈസിസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ആ ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, കാരണം അതിൻ്റെ തിയറട്ടിക്കൽ പാർട്ടും ഇതിൽ അതിൻ്റെ പ്രോബ്ലം പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തിയറട്ടിക്കൽ പാർട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം, അതായത് അതിലൊരു ഫോർമാറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും EPS കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലത്തിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ നൽകുന്നുണ്ട്. ദാറ്റ് ഈസ് മലബാർ ലിമിറ്റഡ് ഹാസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹5 lakh ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് ₹100 each. അപ്പോൾ മലബാർ ലിമിറ്റഡിൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ്, അതായത് ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ട് 5 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ദെൻ ഇറ്റ് വിഷസ് ടു റൈസ് ഫർദർ ₹3 lakh ഫോർ എക്സ്പാൻഷൻ. അപ്പോൾ മലബാർ ലിമിറ്റഡ് ഒരു 3 ലക്ഷം രൂപയും കൂടെ അതിൻ്റെ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഫോർ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദെൻ ദി കമ്പനി പ്ലാൻസ് ദി ഫോളോയിങ് ഫിനാൻഷ്യൽ സ്കീംസ്. അപ്പോൾ കമ്പനി താഴെ പറയുന്ന ഫിനാൻഷ്യൽ സ്കീംസാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് താഴെ നമുക്ക് 4 ഫിനാൻഷ്യൽ പ്ലാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ബെസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യാനായിട്ടാണ് മലബാർ ലിമിറ്റഡ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ഓൾ കോമൺ സ്റ്റോക്കാണ്. അതായത് മുഴുവനും ഇക്വിറ്റി ഷെയർസ് കൊണ്ടുവരിക, അതായത് 3 ലക്ഷം രൂപേൻ്റെ മുഴുവൻ ഇക്വിറ്റി ഷെയർസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ. ദെൻ സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ₹1 lakh ഇൻ കോമൺ സ്റ്റോക്ക് ആൻഡ് ₹2 lakh ഇൻ ഡെപ്റ്റ് അറ്റ് 10%. അപ്പോൾ രണ്ടാമത്തെ ഫിനാൻഷ്യൽ പ്ലാന് 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസും 2 ലക്ഷം രൂപേൻ്റെ ഡെപ്റ്റും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിബെഞ്ചേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് 2 ലക്ഷം രൂപ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡിബെഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10%. ദെൻ മൂന്നാമത്തെ ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ഓൾ ഡെപ്റ്റാണ് അറ്റ് 10%. അപ്പോൾ മൂന്നാമത്തെ ഫിനാൻഷ്യൽ പ്ലാനായിട്ട് മുഴുവനും ഡിബെഞ്ചേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിക്ക് മുഴുവൻ ഡിബെഞ്ചേഴ്സ് 10% ഇൻട്രസ്റ്റ് റേറ്റിൽ മുഴുവൻ ഡിബെഞ്ചേഴ്സിനെയും കൊണ്ടുവരാനായിട്ടാണ് മൂന്നാമത്തെ ഫിനാൻഷ്യൽ പ്ലാനിൽ പ്ലാൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് ₹1 lakh ഇൻ കോമൺ സ്റ്റോക്ക് ആൻഡ് ₹2 lakh ഇൻ പ്രിഫറൻസ് ക്യാപിറ്റൽ വിത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് 8%. അപ്പോൾ നാലാമത്തെ ഫിനാൻഷ്യൽ പ്ലാനായിട്ട് കോമൺ സ്റ്റോക്കിലേക്ക്, അതായത് ഇക്വിറ്റി ഷെയർസിലേക്ക് 1 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപേൻ്റെ പ്രിഫറൻസ് ക്യാപിറ്റലാണ് ടോട്ടൽ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പ്രിഫറൻസ് ക്യാപിറ്റലിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 8% ആണ്. ഓക്കെ, ദെൻ നമുക്ക് വേറെ കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി കമ്പനീസ് എക്സിസ്റ്റിംഗ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ആർ ₹1,50,000. അപ്പോൾ കമ്പനീൻ്റെ എക്സിസ്റ്റിംഗ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് നിലവിലുള്ള EBI 1,50,000 രൂപയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഒരു 30% അസ്യൂം ചെയ്യുന്നുണ്ട് കമ്പനി. ഓക്കെ, ദെൻ ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഡിറ്റർമിൻ ദി ഏർണിംഗ്സ് പെർ ഷെയർ. അപ്പോൾ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഓരോ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെയും ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് കമൻറ്റ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഈസ് ബെസ്റ്റ് ആൻഡ് വൈ. അതോടൊപ്പം തന്നെ ഏത് ഓൾട്ടർനേറ്റീവാണ് ബെസ്റ്റ് എന്നുള്ളതും എന്തുകൊണ്ടാണ് അത് ബെസ്റ്റായി എന്നുള്ളതും കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഫിനാൻഷ്യൽ പ്ലാനാണ് തന്നിട്ടുള്ളത്. അതായത് കമ്പനിക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ ഓൾറെഡി ഉണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട്. അതിൻ്റെ കൂടെ ഒരു 3 ലക്ഷം രൂപയും കൂടി ക്യാപിറ്റലായിട്ട് റൈസ് ചെയ്യണം. അപ്പോൾ ആ 3 ലക്ഷം രൂപ നമ്മൾ റൈസ് ചെയ്യാനായിട്ട് 4 ഫിനാൻഷ്യൽ പ്ലാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് 3 ലക്ഷം രൂപ മുഴുവനായിട്ടും ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൊണ്ടുവരിക.
രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസിനോടൊപ്പം 2 ലക്ഷം രൂപേൻ്റെ ഡിബഞ്ചേഴ്സും കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ ഫിനാൻഷ്യൽ പ്ലാന് മുഴുവനായിട്ടും ഡിബഞ്ചേഴ്സ് കൊണ്ടുവരിക, അതായത് 3 ലക്ഷം രൂപേൻ്റെ ഡിബഞ്ചേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസും 2 ലക്ഷം രൂപേൻ്റെ പ്രിഫറൻസ് ഷെയർസും ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് ഫിനാൻഷ്യൽ പ്ലാനാണ് കമ്പനിക്ക് ഏർണിംഗ് പെർ ഷെയർ ഹൈ ആയിട്ട് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ അതെന്തുകൊണ്ടാണ് ആ കമ്പനി അത് ചൂസ് ചെയ്ത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് EB-8ൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഫോർമാറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ EB-8 EPS അനലൈസിസ് തന്നിട്ടുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമുക്ക് സെയിൽസോ വേരിയബിൾ കോസ്റ്റിൻ്റെ ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ല, ഫിക്സഡ് കോസ്റ്റ് ഒന്നും തന്നിട്ടില്ല. നേരിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അഥവാ EB-8 തന്നിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ടാക്സ് കുറച്ചിട്ട് നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻറ്റും കുറച്ചിട്ട് വേണം ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏർണിങ്സ് ഓർ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ഇക്വിറ്റി ഷെയർസായിട്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസായിട്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കിട്ടും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ഹയസ്റ്റ് EPS വരുന്നത് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാന് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണോ, അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏർണിംഗ് പെർ ഷെയർ ഉള്ള ഫിനാൻഷ്യൽ പ്ലാനാണ് നമ്മൾ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. EBIT EPS അനലൈസിസ് ആണ്, ദാറ്റ് ഈസ് EB-8 EPS അനലൈസിസ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 4 കോളം പ്രൊവൈഡ് ചെയ്യണം, കാരണം നമുക്ക് 4 ഫിനാൻഷ്യൽ പ്ലാനാണ് തന്നിട്ടുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 4 കോളം പ്രൊവൈഡ് ചെയ്യണം. അതായത് മൊത്തം 5 കോളംസ്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് പെർട്ടിക്കുലേഴ്സ് കോളാണ്. ദെൻ രണ്ടാമത്തെ കോളായിട്ട് നമ്മൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനാണ് കാണിക്കുന്നത്, അതായത് 3 ലക്ഷം രൂപയും ഇക്വിറ്റി ഷെയർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണു. ദെൻ മൂന്നാമത്തെ കോളത്തിൽ സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാൻ, ദാറ്റ് ഈസ് 1 ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർസും 2 ലക്ഷം രൂപേൻ്റെ ഡിബഞ്ചേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ കാണിക്കുക. ദെൻ മൂന്നാമത്തെ കോളത്തിൽ 3 ലക്ഷം രൂപയും ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അതാണ് കാണിക്കുന്നത്. നാലാമത്തെ കോളത്തിൽ 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസും 2 ലക്ഷം രൂപേൻ്റെ പ്രിഫറൻസ് ഷെയറുമാണ് നമ്മൾ നാലാമത്തെ ഫിനാൻഷ്യൽ പ്ലാനായിട്ട് കാണിക്കുന്നത്. സോ അത് നാലാമത്തെ കോളത്തിൽ കാണിക്കാം, അഞ്ചാമത്തെ കോളത്തിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ, സെക്കൻഡ് കോളം ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ, തേർഡ് കോളം സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാൻ, ദെൻ ഫോർത്ത് കോളം തേർഡ് ഫിനാൻഷ്യൽ പ്ലാൻ ആൻഡ് ഫിഫ്ത്ത് കോളം ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാൻ. ദെൻ ഫസ്റ്റ് ഐറ്റം, ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഫോർമാറ്റ് കണ്ടു, അതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഇവിടെ നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നേരിട്ട് തന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഐറ്റം ആയിട്ട് കാണിക്കുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 1,50,000 ആണ് ഓരോ ഫിനാൻഷ്യൽ പ്ലാനിനും. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം, ദാറ്റ് ഈസ് ലെസ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്, ഡെപ്റ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ ഡെപ്റ്റിൻ്റെ മുകളിൽ 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ ഫുൾ ഇക്വിറ്റി ഷെയർസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻട്രസ്റ്റ് വരുന്നില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ഫിനാൻഷ്യൽ പ്ലാനിൽ 2 ലക്ഷം രൂപേൻ്റെ ഡിബഞ്ചേഴ്സ് ഉള്ളത് കൊണ്ട് 2 ലക്ഷം രൂപേൻ്റെ 10% ഇൻട്രസ്റ്റ് റേറ്റ് കാണണം. ദാറ്റ് ഈസ് 2 lakh ഇൻറ്റു 10/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000. ഓക്കെ, ദെൻ തേർഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ മുഴുവനായിട്ടും ഡിബഞ്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ 10% ഇൻട്രസ്റ്റ് അവിടെയും കാണിക്കണം. അതായത് 3 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ 3 lakh റുപ്പീസിൻ്റെ 10%, ദാറ്റ് ഈസ് 3 lakh ഇൻറ്റു 10/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000. ദെൻ നാലാമത്തെ ഫിനാൻഷ്യൽ പ്ലാനിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും മാത്രമേ ഉള്ളൂ, അവിടെ എന്ത് വരുന്നില്ല, ഇൻട്രസ്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ പ്ലാനിനും ഇൻട്രസ്റ്റ് കുറച്ചു. ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. സോ നമ്മൾ ആ
ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നെ എഴുതണു. ദാറ്റ് ഈസ് 1,50,000. അപ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, that is earnings after interest and before tax. That is equal to first column rupees 1,50,000, second column rupees 1,30,000. 1,30,000 കിട്ടിയത് that is 1,50,000 minus 20,000 ആണ്. That is equal to 1,30,000. Then third column that is third financial plan 1,50,000 minus 30,000 that is equal to 1,20,000. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ നമുക്ക് 1,50,000 ആണ് വരുന്നത്. കാരണം അവിടെ ഫുൾ ഷെയർസ് ആണ്, ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ ആണ്. സോ അത് 1,50,000 കാണിക്കുക. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് നമുക്ക് കിട്ടി. ദെൻ അതിൽ നിന്ന് നമ്മൾ ലെസ് ടാക്സ് ദാറ്റ് ഈസ് ടാക്സ് കുറക്കണം. അപ്പോൾ കമ്പനി അസ്യൂം ചെയ്യുന്ന കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ 30% ടാക്സ് കുറക്കണം. ഓക്കെ, അപ്പോൾ 30% ടാക്സ് ഏതിൻ്റെയാണ് കുറക്കുന്നത്? ഏർണിങ്സ് ബിഫോർ ടാക്സിൻ്റെയാണ് 30% ടാക്സ് കാണിക്കേണ്ടത്. ദാറ്റ് ഈസ് 1,50,000 ഇൻറ്റു 30/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 45,000. ദെൻ സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ 1,30,000 ഇൻറ്റു 30/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 39,000. ദെൻ തേർഡ് ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് ഏർണിംഗ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 1,20,000 ആണ്. 1,20,000 ഇൻറ്റു 30/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 36,000. Then fourth financial plan that is earnings before tax is 1,50,000. 1,50,000 into 30/100 that is equal to 45,000. അപ്പോൾ നമ്മൾ ഏർണിങ്സ് ബിഫോർ ടാക്സിൽ നിന്നും എന്ത് ലെസ് ചെയ്യണം? ടാക്സ് റെഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് കോളം 1,50,000 മൈനസ് 45,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,05,000. അതാണ് എന്തെന്ന് പറയുന്നത്? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് ലെസ് ടാക്സ് ഈസ് ഈക്വൽ ടു ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. Okay, so that is equal to 1,05,000. Then second financial plan 1,30,000 minus 39,000 that is equal to 91,000. Then third financial plan 1,20,000 minus 36,000 that is equal to 84,000. Then fourth financial plan 1,50,000 minus 45,000 that is equal to 1,05,000. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്നും എന്ത് റെഡ്യൂസ് ചെയ്യണം? നെക്സ്റ്റ് നമ്മൾ ഡിവിഡൻഡ് റെഡ്യൂസ് ചെയ്യണം. അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഡിവിഡൻഡ്. അപ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട പ്രോഫിറ്റിൻ്റെ ഭാഗം കൂടെ റെഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഇക്വിറ്റി ഷെയർസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും ആണ് വരുന്നത്. സോ അവിടെയും എന്ത് വരുന്നില്ല? പ്രിഫറൻസ് ഡിവിഡൻഡ് വരുന്നില്ല. ദെൻ തേർഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഡിബഞ്ചേഴ്സ് മാത്രമാണ് വരുന്നത്. സോ അവിടെയും എന്ത് വരുന്നില്ല? പ്രിഫറൻസ് ഡിവിഡൻഡ് വരുന്നില്ല. ദെൻ ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാനിൽ 1,00,000 ഇക്വിറ്റി ഷെയർസും 2,00,000 രൂപേൻ്റെ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. അപ്പോൾ ഈ 2,00,000 രൂപേൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 8% ഡിവിഡൻഡ് റേറ്റിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 2,00,000 രൂപേൻ്റെ ഷെയർസും കൂടെ നമ്മൾ ക്യാപിറ്റലിലേക്ക് റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 8% ആണ് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2 lakhൻ്റെ 8%. അപ്പോൾ 2 lakh ഇൻറ്റു 8/100 ആണ് 2 lakhൻ്റെ 8% എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16,000. ഓക്കെ, ദെൻ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്നും ഡിവിഡൻഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 89,000 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാനിൽ മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന ഫിനാൻഷ്യൽ പ്ലാൻസിലൊന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് വരുന്നില്ല. അപ്പോൾ അവിടെ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രിഫറൻസ് ഡിവിഡൻഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് അത് ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ ദാറ്റ് ഈസ് rupees 1,05,000, സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് rupees 91,000, തേർഡ് ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് rupees 84,000 ആൻഡ് ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് rupees 89,000. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്
ഏർണിംഗ് പെർ ഷെയർ ആണ്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 1,05,000 ആണ്. ദാറ്റ് ഈസ് 1,05,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 8,000 ആണ്. ഇനി 8,000 എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 5 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 5 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ദെൻ ഈ 5 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു 3 lakh റുപ്പീസും കൂടെ ക്യാപിറ്റലിലേക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ 3 ലക്ഷം രൂപ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന 4 ഫിനാൻഷ്യൽ പ്ലാനിലാണ്. അതായത് ഈ തന്നിട്ടുള്ള 4 ഫിനാൻഷ്യൽ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ പ്ലാനിലും ഇക്വിറ്റി ഷെയർസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ നമ്മൾ 5 lakh ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ 3 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസാണ്. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 100 റുപ്പീസാണ്. ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 8 lakh ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച്. അപ്പോൾ 8 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് ഈസ് 8 lakh ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 8,000. അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ നമുക്ക് 8,000 ഇക്വിറ്റി ഷെയർസ് ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ 5 ലക്ഷം രൂപേൻ്റെ ഓൾറെഡി ഇക്വിറ്റി ഷെയർസ് നമ്മളെ കയ്യിലുണ്ട്, പ്ലസ് നമ്മൾ പുതുതായിട്ട് 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് കൂടി കൊണ്ടുവരികയാണ്. അപ്പോൾ മൊത്തം 6 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 6 lakh ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000. ദെൻ നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ഫിനാൻഷ്യൽ പ്ലാനിൽ പുതുതായിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ ഒന്നും കൊണ്ടുവരുന്നില്ല, ഈ ഡിബെഞ്ചേഴ്സ് മാത്രമാണ് കൊണ്ടുവരുന്നത്. സോ അവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 5,000 ആണ്. അതായത് ഓൾറെഡി കമ്പനീൻ്റെ കയ്യിലുള്ള 5 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർസിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 5,000. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാനിൽ 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളെ കയ്യിൽ 5 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അതിൻ്റെ കൂടെ 1 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ മൊത്തം 6 ലക്ഷം രൂപേൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും. അതിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഷെയറിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം എത്ര ഷെയർസ് ഉണ്ട് എന്നറിയാൻ പറ്റും. ദാറ്റ് ഈസ് 6 lakh ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 6,000. അപ്പോൾ ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാനിൽ നമ്മളെ കയ്യിൽ 6,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ പ്ലാനിലും ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ കേസിൽ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് ദാറ്റ് ഈസ് റുപ്പീസ് 1,05,000 ആണ്. സോ 1,05,000 ഡിവൈഡഡ് ബൈ 8,000 ദാറ്റ് ഈസ് ഏർണിംഗ് പെർ ഷെയർ വരുന്നത് 13.13 ആണ്, റുപ്പീസ് 13.13. അതായത് ഒരു ഷെയറിന് കിട്ടുന്ന ഏർണിംഗ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13 രൂപ 13 പൈസ. ദെൻ സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 91,000 റുപ്പീസാണ്. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 6,000 നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ 6,000 ഷെയർസ് ഉണ്ട്, ഏർണിംഗ്സ് വരുന്നത് 91,000 ആണ്. സോ അവിടെ ഏർണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു 91,000 ഡിവൈഡഡ് ബൈ 6,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 15.17. അപ്പോൾ ഒരു ഷെയറിന് കിട്ടുന്ന ഏർണിംഗ്സ് സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ 15 രൂപയും 17 പൈസയാണ്. ഓക്കെ, ദെൻ തേർഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ അവിടെ വരുന്നത് മൊത്തം ഇക്വിറ്റി ഷെയർസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 5,000ഉം ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 84,000 ആണ്. ദെൻ ഏർണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 16.8. അപ്പോൾ ഒരു ഷെയറിന് കിട്ടുന്നത് 16 രൂപയും 80 പൈസയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാനിൽ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 89,000ഉം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 6,000 ആണ്. ദെർഫോർ ഏർണിംഗ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു 89,000 ഡിവൈഡഡ് ബൈ 6,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 14.83. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ 13 റുപ്പീസ് 13.13 ദാറ്റ് ഈസ് 13 റുപ്പീസാണ് വരുന്നത്.
ദെൻ സെക്കൻഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ 15.17 ദാറ്റ് ഈസ് 15 രൂപയാണ് വരുന്നത്. ദെൻ തേർഡ് ഫിനാൻഷ്യൽ പ്ലാനിൽ നമുക്ക് ലഭിക്കുന്ന 16.8 ദാറ്റ് ഈസ് അതിന് റൗണ്ട് ചെയ്യുമ്പോൾ 17 റുപ്പീസാണ് വരുന്നത്. ദെൻ ഫോർത്ത് ഫിനാൻഷ്യൽ പ്ലാനിൽ നമുക്ക് ലഭിക്കുന്ന 14.8 അതിന് റൗണ്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് 15 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മളുടെ അടുത്ത് ഒരു ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാന് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ അണ്ടർ EBIT EPS അനലൈസിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏർണിംഗ് പെർ ഷെയർ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ഏതാണോ അതാണ് ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഹൈ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് തേർഡ് ഫിനാൻഷ്യൽ പ്ലാൻ്റെ കേസിലാണ്. അതായത് ഓൾറെഡി നമ്മളെ കയ്യിൽ 5 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അതായത് 5,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അതിൻ്റെ കൂടെ 3 ലക്ഷം രൂപേൻ്റെ ഡിബെഞ്ചേഴ്സും കൂടെ ഡെപ്റ്റും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഏർണിംഗ് പെർ ഷെയർ ഏറ്റവും കൂടുതലുള്ള തേർഡ് ഫിനാൻഷ്യൽ പ്ലാനാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന മിക്സ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി, അതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ മിക്സ് ഓഫ് ഡെപ്റ്റ് ഓർ ഇക്വിറ്റി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ആണ് എന്തുകൊണ്ട് ഇതിൽ നമ്മൾ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് 5 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർസും 3 lakh റുപ്പീസിൻ്റെ ഡെപ്റ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കിട്ടുന്നത് 17 റുപ്പീസാണ് മറ്റുള്ള ഫിനാൻഷ്യൽ പ്ലാനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് തേർഡ് ഫിനാൻഷ്യൽ പ്ലാനാണ്. അപ്പോൾ ഇതാണ് EBIT EPS അനലൈസിസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് EBIT EPS അനലൈസിസ്. ഇപ്പോൾ ആ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുള്ള ആ ഫോർമാറ്റ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് EBIT EPS അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ വളരെ സിമ്പിളാണ് EBIT EPS അനലൈസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി സെയിൽസും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ EBIT നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. EBIT കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കുമ്പോഴാണ് നമുക്ക് EBIT കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് EBIT എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് EBIT തരാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ EBIT കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ തന്ന ഫോർമാറ്റ് അത് മാത്രമാണ് EBIT EPS അനലൈസിസിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ വളരെ സിമ്പിളാണ് EBIT EPS അനലൈസിസ് എന്ന് പറയുന്നത്. ആ ഫോർമാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫോർമാറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് EBIT EPS അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതിൻ്റെ നെയിം ദാറ്റ് ഈസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് വാട്ട് ഈസ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റും ടാക്സും കുറക്കുന്നതിൻ്റെ മുമ്പ് കമ്പനിക്ക് ലഭിക്കുന്ന ഏർണിങ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന് ഇൻട്രസ്റ്റ് കുറക്കണം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനീൻ്റെ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് ഫസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് കുറക്കുമ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. ദെൻ അതിൽ നിന്ന് നമ്മൾ ടാക്സ് കുറക്കുമ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ഫുള്ളായിട്ട് നമ്മൾക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. കാരണം അതിൽ നിന്ന് നമ്മൾ റിസർവ് ആയിട്ടും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം. സോ അപ്പോൾ നമ്മളവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് വരുന്നത് എത്ര ഉണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് അല്ലെങ്കിൽ ഏർണിങ്സ് ഓർ പ്രോഫിറ്റ് ആണ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്ന് അറിയണം. ദെൻ കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സ് എത്രയെന്ന് പറയണം. അപ്പോൾ EPS നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഹൈ ആവുന്ന കേസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാന് ചൂസ് ചെയ്യുന്നത്. അതായത് ഏർണിംഗ് പെർ ഷെയർ ഏത് ഫിനാൻഷ്യൽ പ്ലാനിലാണോ ഹൈ ആയിട്ട് ലഭിക്കുന്നത് മറ്റു ഫിനാൻഷ്യൽ പ്ലാൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏർണിംഗ് പെർ ഷെയർ ഏറ്റവും കൂടുതലുള്ള ഫിനാൻഷ്യൽ പ്ലാനാണ് നമ്മൾ ബെസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനായിട്ട് ചൂസ് ചെയ്യുന്നത്. സോ അതാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് EPS അനലൈസിസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ടോപ്പിക്കായിട്ട്
ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് EBIT EPS അനലൈസിസ് തേർഡ് സെമസ്റ്റർ BBA ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ. ഓക്കെ, സോ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.